അപ്പോൾ ഇത് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഞാൻ മേടിച്ചത് ഈ ഒരു സാലഡിനാണ് കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. ഈ പനീരൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് പോലും ഇല്ല, കറി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം നമ്മൾക്ക് അതിന് ആവശ്യമായിട്ട് വേണ്ടത് കുറച്ച് ബീൻസ് വേണം, കുറച്ച് ക്യാരറ്റ് വേണം. ഞാനിതൊക്കെ ഇച്ചിരി നീളത്തിലാണ് വരഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് 2 വീഡിയോസിൻ്റെ ഒരു കൊളാബറേഷനാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്ക് ക്യാപ്സിക്കം വേണം. ക്യാപ്സിക്കം അവർ നമ്മളുടെ മറ്റേ പോട്ടെ. പിന്നെ ഇതേ നമ്മളുടെ ഈ ഒരു സാധനം വേണം. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും എനിക്ക് കണ്ടപ്പോൾ നമ്മളുടെ ബൊക്കയൊക്കെ പോലെയില്ലേ, എൻ്റെ കല്യാണം ഞാൻ ഓർത്ത് പോയിന്ന്. അപ്പോൾ ഇതേ പിന്നെ അതെല്ലാം കൂടെ ഞാൻ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് കുറച്ച് ഉപ്പൊക്കെ വിതറിയിട്ട് അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒന്നില്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടപ്പം സ്റ്റീം ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റവർ ജസ്റ്റ് വെളിച്ചെണ്ണ ഓയിലൊക്കെ ഒഴിച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണ പോലെയായിരുന്നു. ഞാൻ ഇത് രണ്ടും ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ആവി കയറ്റാൻ വെച്ചിട്ട്, പച്ചക്കറി എല്ലാം ആവി കയറ്റാൻ വെച്ചിട്ട് ഞാൻ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ പോയി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സ്റ്റീം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ അങ്ങോട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഹാഫ് ബോയിൽഡ് ആണല്ലോ നമ്മൾക്ക് പച്ചക്കറിയൊക്കെ കുറച്ച് ഹെൽത്തി ആവാമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ വെന്ത് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു 4-5 വെളുത്തുള്ളി ഞാൻ ഇങ്ങനെ ചെറിയ പീസ് ഉദ്ദേശിച്ചത്, അത്ര കണ്ട് ചെറിയ പീസ് ആയിട്ടില്ല, അതൊന്ന് വഴറ്റി. പിന്നെ ഞാൻ ഒരു സവാള എടുത്തില്ല കേട്ടോ, ഒരു പകുതി സവാള എടുത്തോളൂ, അല്ലെങ്കിൽ കുറേ ആവുമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പകുതി സവാളയും കൂടെ ഞാനൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അത് വഴറ്റിയ സമയം കൊണ്ട് നമുക്ക് വേണ്ടത് പനീറാണ്. ഞാൻ പേടിച്ചിട്ട് കുറച്ച് പനീറേ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ, ആദ്യമായിട്ടുള്ള പരീക്ഷണമാണല്ലോ. അപ്പോൾ ഒരു പനീറിനെ ഞാൻ 2ആക്കി അങ്ങ് മുറിച്ചു. എന്നിട്ട് എരിവിനനുസരിച്ചിട്ട് നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറിക്ക് വലിയ കാര്യമായിട്ട് ഉപ്പില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പനീർ ഒന്ന് വേവുന്ന വരെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന പോലെ ആക്കിയെടുത്തു. വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന, ആവി കയറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറി ഇട്ട് കൊടുത്തു. പിന്നെ ആ ഒരു അടപ്പിൽ ഒരു 1/2 ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വിനാഗിരി സെയിം അളവിന് 1/2 സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തു. സംഭവം എന്തായാലും സെറ്റാണ് കേട്ടോ. കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ സാലഡ് കഴിക്കേണ്ട ആൾക്കാർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളിയാണ്.